ഇതാണ് അപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഗേറ്റ് കാണുന്നതാണ് വീട് ബാക്കിലുള്ളത്. ഇത് അവരെ വണ്ടിയാണ് ഈ ബാക്ക് എടുക്കുന്നത്. ഇത് മിസ്തിബിഷിയുടെ മോണ്ടോറോ എന്ന് പറഞ്ഞ മോഡലാണ്. അടുത്തൊരു ടൊയോട്ട ഹെലിക്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ അടുത്ത് തന്നെ ഒരു SMR ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. SMR പോകണം. അത് കഴിഞ്ഞാൽ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ UAE-യിലായിരിക്കുമ്പോൾ ഒരുമിച്ച് താമസിച്ചിരുന്നത്. അപ്പോൾ അവരൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തും പോകണം. നടക്കാനുള്ള ദൂരമുള്ള SMRക്ക്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോയതിന് ശേഷം അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞ വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഞങ്ങളിതാ നടന്നിട്ട് സാൻ മാത്യു റിസലിലെ SMR-ൽ എത്താനായിരിക്കുന്നു. വൈഫിൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ആ കാണുന്ന ഓവർ ബ്രിഡ്ജ് റൈറ്റ് സൈഡിലായിട്ടാണ് SMR. ഇപ്പോൾ നിങ്ങൾക്ക് SMR-ന്റെ എംബ്ലം കാണാം. ഈ കാണുന്നത് ഗ്രേ കളർ 3 ഡോർ ജിംനിയാണ്. നാട്ടിലെ സുസുക്കി ജിംനി 5 ഡോർ ആണ്. ഈ ഗ്ലാസിൽ കാണുന്ന സ്റ്റാർബക്സ് ലോഗോയാണ്. UAE-ൽ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് സ്റ്റാർബക്സിലാണ്. ഈ കാണുന്നതാണ് SMR-ന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെയാണ് പിക്കപ്പ് ഏരിയയും ഡ്രോപ്പ് ഏരിയയും. ഫൈനലി ഞങ്ങൾ നടന്നിട്ട് SM-ന്റെ നേരെ മുന്നിലെത്തിക്കണേ. ഇത് ഈ കാണുന്നതാണ് എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വേർതിട്ടുണ്ട്. വൈഫ് കുട്ടികളൊക്കെ പുറത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും ഇതാ ഇൻസൈഡ് മാളിലാണ്. പിന്നെ പുറത്ത് നല്ല ചൂടായിരുന്നു. മാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. SMR എന്ന് പറയുന്നത് ഫിലിപ്പീൻസിലെ ഏതൊരു സിറ്റിയിൽ പോയാലും 1-2 SMR ഉണ്ടാകും. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ലോകത്തിലെ എവിടെയുള്ള ചെറുതും വലുതുമായ എല്ലാവിധ ബ്രാൻഡുകളുടെയും ഷോപ്പുകളും അതുപോലെ തന്നെ ഫുഡിന്റെ എല്ലാ ഷോപ്പുകളും ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ സൂപ്പർ മാർക്കറ്റ് നോക്കി മുന്നോട്ട് നടക്കുകയാണ്. ഈ കാണുന്നതാണ് സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ് ഉള്ളിൽ കയറിയതിനു ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രോസറി ഐറ്റംസ് നോക്കി നടക്കുകയാണ് ഞങ്ങൾ.
അങ്ങനെ ഞങ്ങൾ ഇവിടെ സാൽമോൺ കണ്ടിങ്ങനെ. അപ്പോൾ സാൽമോൺ വാങ്ങാനുള്ള പരിപാടിയാണ്. 1 കിലോ ഞാനിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നോട്ടെ എത്ര പൈസ തൂക്കിയിങ്ങനെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 3000-3500 രൂപയാണ് കിലോ വരുന്നത്. ഇവിടെ 1000 രൂപയാണ്. 1000 രൂപ ഞാൻ നാട്ടിൽ 1500 രൂപയാണ് കിലോ വരുന്നത്. മുറിച്ച് വെച്ചാണ് ഏറ്റൊന്നുമില്ല. നമ്മളെ നാട്ടിലാണ് ഫുള്ളായിട്ട് എടുക്കണം. ഏതാ സാൽമോ വാങ്ങിക്കണേ, ഒരു പീസ് വാങ്ങിക്കണേ. നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ഇങ്ങനെ മുറിച്ച് വെക്കുന്നില്ല, ഫുള്ളായിട്ടാണ് ഈ സാൽമൺ കിട്ടല്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. കോഫിയൊക്കെ വാങ്ങണം, കുറച്ച് സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് മെയിനായിട്ട്. സാൽമൺ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ നോക്കട്ടെ. എക്സമാളിന് പർച്ചേസ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ സൈൻ ബോർഡ് എഴുതിയിരിക്കുന്നത് പാമഹലാങ് ബരങ്കായി NG അംബിറ്റ് 1 എന്നത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസുമായിരിക്കുള്ളതാണ് ഈ കാണുന്ന ബിൽഡിംഗ്. അങ്ങനെ ഞങ്ങൾ ഇതാ SM മാളിൽ നിന്നും ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങി ഇനി വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം ലഞ്ചിന് വേണ്ടിയിട്ട് SM മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാൽമൺ ഫിഷ് ഫ്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങളിതാ സാൽമൺ ഇവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. സാൽമൺ ആണത്. ഇന്നത്തെ ലഞ്ച് സാൽമൺ ആണ്, സാൽമൺ റൈസുമാണ് ഇത് സ്പെഷ്യല്. നമ്മളെ നാട്ടില് ഇങ്ങനെ കഷ്ണമായിട്ട് കിട്ടില്ല, ഫുള്ള് മൊത്തമായിട്ട് വാങ്ങണം ഒരു ഫിഷ്. അത് സംഖ്യ പൈസ 1 കിലോന് 3000-3500 രൂപയൊക്കെയാണ്. നെസ്റ്റോലും ലൂലൊക്കെ പോയപ്പോൾ കണ്ടത്. ഇവിടെ 1 കിലോന് 1000 രൂപയാണ് ഉള്ളത്. ഇപ്പോൾ 450 ഗ്രാമാണ്. ഏകദേശം 500 രൂപയുടെ അടുത്ത് വിലയുണ്ട്. UAE-ലാകുമ്പോൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ അത്ര വില ഇല്ല. പക്ഷെ ഇവിടെ എപ്പോഴും കിട്ടും. നാട്ടിൽ അങ്ങനെ കിട്ടാനില്ല. ഞാനും എൻ്റെ ഫ്രണ്ട് സഹദുമ്പാടെ പോയിട്ട് എന്താ പറയുക ലുലുവിലൊക്കെ നോക്കിയിരുന്ന. ലുലുവിലൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് പിന്നെ അതല്ല, ലുലുവിലാകുമ്പോൾ ഫുള്ളായിട്ട് വേണം, കഷ്ണമായിട്ട് കിട്ടും. ഞാനിതാ സാൽമൺ ഫിഷ് ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം. സാൽമൺ റൈസും പാടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.